ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വയനാട് മുണ്ടക്കൈ ചൂരൽമലയിൽ നടന്ന സംഭവത്തെ നമ്മുടെ വീട്ടിൽ നടന്നിട്ടുള്ള ഒരു ഇഷ്യൂ അല്ലെങ്കിൽ പോലും നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് മൊത്തം അവിടെ ക്യാമ്പുകളിൽ അഭയാർത്ഥികളായിട്ട് കഴിയുന്ന ആ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മരണമടഞ്ഞു പോയ സഹോദരങ്ങൾക്ക് വേണ്ടി കൃത്യമായിട്ട് നിത്യശാന്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇനി മറു കാറ്റഗറി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്കൊന്നും അല്ല സംഭവിച്ചത്, നമുക്കിതൊന്നും സംഭവിക്കാനുള്ള ചാൻസേ ഇല്ലെന്ന് വിചാരിച്ചിട്ട് ഈ പറയുന്ന സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക, 3 നേരം സുഭിഷ്ടമായിട്ട് ആഹാരം കഴിക്കുക, ഏത് സമയം ഫോണിൽ കുത്തിക്കുറിച്ച് ആരെങ്കിലും ചീത്ത വിളിച്ച് വൃത്തികേടുകൾ മാത്രം പറഞ്ഞുകൊണ്ട് അവർക്കല്ലേ പറ്റിയത് എന്ന് വെച്ച് ഊറ്റം കൊള്ളുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട സാഡിസ്റ്റുകളായിട്ട് ഒരു വിഭാഗം. ഇങ്ങനെ 2 വിഭാഗക്കാരാണ് സത്യത്തിൽ നമ്മുടെ നാട്ടിലുള്ളതെന്ന് പറയുന്നത്. ഈ 2 വിഭാഗങ്ങളിലും പെടുന്ന ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരേ പേരിലുള്ള 2 വ്യക്തികളെയാണ് ഞാൻ ഇതിലൂടെ പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത്. അതായത് നമുക്കറിയാവുന്ന കാര്യമാണ്, എന്ത് ഇഷ്യൂസ് ഉണ്ടായാലും അല്ലെങ്കിൽ എന്ത് ഇതുപോലത്തെ ദുരന്തങ്ങൾ ഉണ്ടായാലും നമ്മൾ അതിൻ്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ ഒരു നേർക്കാഴ്ചയായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് മീഡിയക്കാർ തന്നെയാണ്. അതുവഴിയാണ് നമ്മൾ കാര്യങ്ങൾ അറിയുന്നതെന്ന് പറഞ്ഞാൽ. അപ്പം ജോർജ് എന്ന പേരിൽ അറിയപ്പെടുന്ന 2 വ്യക്തികൾ ഇതുമായി ബന്ധപ്പെടുന്നുണ്ട്. ഒന്ന് ഏറ്റവും തെമ്മാടിത്തരം കാണിച്ച വ്യക്തിയും, ഒന്ന് ഏറ്റവും നല്ല രീതിക്ക് തൻ്റെ പേരെവിടെയെങ്കിലും വരണമെന്ന് പോലും ആഗ്രഹിക്കാതെ ഇത്രയും വലിയ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരാൾ. ഒന്നാമത്തെ ആളെ തന്നെ ആദ്യം പറയാം, സത്പ്രവൃത്തി ചെയ്യുന്ന ആളെ തന്നെ പറയാം, നമ്മുടെ ജോർജ് കുര്യൻ എന്ന് പറയുന്ന നമ്മുടെ സഹമന്ത്രി, കേന്ദ്ര സഹമന്ത്രി. നമുക്കറിയാവുന്ന കാര്യമാണ്, മൂന്നാം മോദി സർക്കാരിനകത്ത് കേരളത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള കേന്ദ്ര സഹമന്ത്രിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. മൃഗപരിപാലനം, ഫിഷറീസ്, പിന്നെ ന്യൂനപക്ഷം, അതൊക്കെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന മേഖലകളെന്ന് പറയുന്നത്. ഇതിൽ കൂടുതലായിട്ട് അദ്ദേഹം ഈ ഒരു മേഖലയിൽ കൂടുതലായിട്ട് വന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ കാരണം ഉറപ്പായിട്ടും മോദി അല്ലെങ്കിൽ അവരുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ ആണെങ്കിൽ കൂടി അദ്ദേഹം അത് ചെയ്യാനുള്ള കാരണമായി അദ്ദേഹം ഒരു ഇടുക്കി ജില്ലക്കാരനാണ്. നമുക്കറിയാം, കൃഷിയുമായി ബന്ധപ്പെട്ട മലയോര ജീവിതമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു ഇഷ്യൂസ് നന്നായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വാർത്തകൾ കാണുന്ന സമയത്ത് എത്ര പേര് അദ്ദേഹത്തിനെ നോട്ടീസ് ചെയ്തു, അല്ലെങ്കിൽ എത്ര മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ പേര് എന്തിന് നമുക്കറിയാം, ചെറിയൊരു കാര്യം ചെയ്യുമ്പോൾ പോലും നമ്മൾ കഴിഞ്ഞ കർണാടക ഇഷ്യൂ ഷിരൂർ ഇഷ്യൂസിൽ പോലും നമ്മൾ കേട്ടതാണ്, ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന മാധ്യമങ്ങളെ നമ്മൾ കണ്ടാണ്. പിന്നെ അവരെ തന്നെ താഴെ ഇടുന്ന മാധ്യമങ്ങളെ നമ്മൾ കണ്ടാണ്. അപ്പം ഇതിൻ്റെ ആദ്യ പ്രവർത്തനം തൊട്ടേ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്, അവിടെ ഒരു ഈ പറയുന്ന വെള്ള മുണ്ടും മടക്കി കുത്തി വെള്ള ഷർട്ടും ഇട്ട് ആ തൊളിയിലൂടെ നീണ്ടു പോകുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ നോക്കി കാണുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എത്ര പേരത് തിരിച്ചറിഞ്ഞു എന്നൊന്നും അറിയത്തില്ല. അപ്പം അദ്ദേഹം ഇതൊക്കെ ചെയ്യാനുള്ള പൊതുപ്രവർത്തകനായിട്ട് പ്രവർത്തിക്കുന്നതിലപ്പുറത്തേക്ക് അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണെന്നുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ മനുഷ്യ അവകാശ പ്രവർത്തനങ്ങളായാലും അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചായാലും കൃത്യമായിട്ട് വിവേചിച്ചറിയാനുള്ളൊരു കഴിവ് അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം സുപ്രീം കോടതിയിൽ പ്രവർത്തിച്ച ഒരു വക്കീൽ അഡ്വക്കേറ്റാണ്. അപ്പം അദ്ദേഹത്തിന് അത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളൊരു വ്യക്തിയാണ്. അത് മാത്രമല്ല, അദ്ദേഹം ദേശീയ ന്യൂനപക്ഷ ആ ഒരു വകുപ്പിലെ നമ്മുടെ കേരളത്തെ പ്രതിനിധീകരിച്ചുള്ള അല്ലെങ്കിൽ ഒരു മലയാളിയായിട്ടുള്ള അതിനകത്ത് വൈസ് ചെയർമാനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ കുറേയധികം എന്താ പറയുന്നത് കഴിവുകൾ അല്ലെങ്കിൽ സ്ഥാനം വഹിച്ചൊരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹം ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ഒരു പോസ്റ്റ് ഇടുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരെവിടെയെങ്കിലും വരണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തനത്തിൽ ഇടപെടുകയും ചെയ്യാതെ തന്നെ ആദ്യം മുതലേ അവിടെ ഈ പറയുന്ന ആർമിക്കാരുമായിട്ട് തന്നെ കൂട്ടായി പങ്കാളിത്തത്തോടെ അദ്ദേഹം അവിടെ നിൽക്കുന്നുണ്ട്, എല്ലാ കാര്യത്തിലും നിൽക്കുന്നുണ്ട്. അതിൽ ചെളി പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന മഴ പെയ്യുന്നുണ്ടോ എന്നൊന്നും അദ്ദേഹം നോക്കുന്നതേ ഇല്ല, എല്ലാവരോടും ചേർന്ന് തന്നെ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അദ്ദേഹം ഈ പറയുന്ന ഒരു പട്ടാള കുടുംബത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളിൽ അപ്പോൾ ആ ഒരു കുടുംബത്തിൻ്റെ ആർമിയുമായിട്ടുള്ള ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവരുമായിട്ട് കണക്ട് ചെയ്യാൻ പെട്ടെന്ന് എളുപ്പമായിട്ടുള്ള കാര്യമാണ്, കാര്യങ്ങൾ മനസ്സിലാക്കാനും. അപ്പം അങ്ങനെ ഒരു ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്യുന്ന ജോർജ് എന്ന പേരിലുള്ള ഒരു നല്ല മനുഷ്യനെ നമുക്കവിടെ കാണാൻ പറ്റും. തിരിച്ച് എൻ്റെ പേര് ബൂസ്റ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രതിഫലമായിട്ട് എന്നെ ആരെങ്കിലും 2 പേര് പൊക്കി പറയണമെന്നോ അല്ലെങ്കിൽ ഞാൻ തന്നെ സ്വയം ബൂസ്റ്റ് ചെയ്യണമെന്നോ ആഗ്രഹിക്കാത്ത ഒരു നല്ല മനുഷ്യനായിട്ടുള്ള വ്യക്തി, എന്താ പറയുക, ഒരു കളങ്കവുമില്ലാത്ത ഒരു കറയുമില്ലാത്ത വ്യക്തി എന്നൊക്കെ പറയത്തില്ല. കാരണം ബാക്കി എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരു ചെറിയ കാര്യം പോലും, നമ്മുടെ ആസിഫ് അലിയുടെ കാര്യം ഇപ്പോൾ എടുത്തിടാൻ പറ്റും. അതായത് നമ്മൾ എന്തെങ്കിലും സഹായം കൊടുക്കുന്ന സമയത്ത് അത് വിളിച്ചു പറയുന്ന ആൾക്കാരുണ്ട്, അത് അവരുടെ ഇഷ്ടമെന്ന് പറയാം. പക്ഷേ ആസിഫ് അലി പറഞ്ഞ ആ കാര്യത്തിനോട് ഞാനും യോജിക്കുന്നു. നമ്മൾ ഒരു കൈ ഒറ്റ കൊടുക്കുന്ന കാര്യം മറുകൈ അറിയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇത്ര രൂപയാണ് കൊടുക്കുന്നതെന്ന് വെണ്ടയ്ക്കാശ്വരത്തിൽ എഴുതിയിട്ട് പോസ്റ്റ് ഇടേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ചെറുതായിട്ടൊന്ന് ആക്കിയിട്ട് ഞാൻ കൊടുത്തു എന്നൊന്ന് ബോധ്യപ്പെടുത്തേണ്ട കാര്യമുള്ളൂ. അത് പിന്നെ ഓരോരുത്തരുടെ ഇഷ്യൂ. എനിക്കിത് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു. അപ്പം അങ്ങനെയുള്ള 2 കൂട്ടരുണ്ട്. ഒന്ന് ചെയ്ത കാര്യങ്ങൾ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളും വിളിച്ചു പറയാത്ത ആൾക്കാരും. ഇനി നമ്മുടെ സമൂഹം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഈ പറയുന്നത്
കൊടുത്തത് തുച്ഛമായിട്ടുള്ള തുകയായിരിക്കും, അതുകൊണ്ടായിരിക്കും അവരൊക്കെ വിളിച്ച് പറയാത്തതെന്ന് വേണമെങ്കിൽ അടുത്തൊരു നെഗറ്റീവ് വാർത്ത വരാനുള്ള ചാൻസ് ഉണ്ട്. അതും പറയേണ്ടതാണല്ലോ. അപ്പം ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഏറ്റവും തെമ്മാടിയായിട്ടുള്ള ഏറ്റവും വൃത്തികെട്ട ഞാൻ പറഞ്ഞ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന സാഡിസ്റ്റിൻ്റെ സൈക്കോയുടെ ഏറ്റവും വലിയ അവസ്ഥാന്തരത്തിൽപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ചാണ്. നമുക്കറിയുന്ന കാര്യമാണ്, ലാസ്റ്റ് ഞാൻ ചേർത്തത് കൊണ്ടും ഏറ്റവും വെറുപ്പുള്ളത് കൊണ്ട് തന്നെയാണ്. അതായത് നമ്മൾ അറിഞ്ഞ കാര്യമാണ്, അവിടെ ഒരുപാട് കുഞ്ഞുങ്ങൾ അനാഥരായിട്ട് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ അമ്മമാർ വയ്യാതെ കിടക്കുന്നവരുണ്ട്. അപ്പം ഈ പറയുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ അവർക്ക് ഈ പറയുന്ന എന്താ പറയുന്നത് ഫീഡിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അപ്പം അങ്ങനത്തുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിന് സഹായിക്കാൻ മുലപ്പാൽ കൊടുക്കാമെന്ന് പറഞ്ഞ് സന്നദ്ധയായിട്ടുള്ള ഇടുക്കിയിൽ നിന്ന് പോയൊരു പെൺകുട്ടിയുണ്ട്, ഭാവന സജിൻ ദമ്പതികൾ എന്ന് പറഞ്ഞാൽ. അവർക്ക് 2 കുട്ടികളാണ്. ആ 2 കുട്ടികളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവർ ആ വലയോര പ്രദേശത്തേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഇത്രയും അപകടം പിടിച്ച പ്രദേശത്തേക്ക് നീങ്ങിച്ചെന്നതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചെന്നതെന്ന് പറയുന്നത്. അപ്പം അവർക്ക് അവിടെ ഉണ്ടായ ദുരവസ്ഥ എന്ന് പറയുന്നത് അത് മറ്റൊരു തരത്തിലാണ്. അതിപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പറയുന്ന വിളിച്ചെടുത്തൊന്നും നമ്പർ എടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ നടന്നിരുന്നു. അത് മറ്റൊരു കാര്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അജണ്ടയുടെ ഭാഗമെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പം ഇവിടെ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആ പെൺകുട്ടി ഇത്തരത്തിലൊരു നല്ല പ്രവൃത്തി, കാരണം ഞങ്ങൾക്ക് കൊടുക്കാൻ പൈസയില്ല, സഹായിക്കാൻ അത്തരത്തിലില്ല. പക്ഷെ കുട്ടികളുടെ കരച്ചിൽ, അല്ലെങ്കിൽ 2 മക്കളുള്ളതിനാൽ തന്നെ ഒരു കുഞ്ഞിൻ്റെ വേദന കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു അമ്മയുടെ ചൂടറിയേണ്ട, അല്ലെങ്കിൽ ഈ പറയുന്ന മാതൃത്വത്തിൻ്റെ സുഖം അറിയേണ്ട, അതല്ലെങ്കിൽ ഈ സമയത്ത് അറിയേണ്ട ഒരു സ്നേഹവായ്പ എന്ന് പറയുന്നത് കൃത്യമായിട്ട് മുലപ്പാലിലൂടെ മാത്രമേ ഒരു അമ്മയ്ക്ക് മാത്രം കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതിന് എത്ര അച്ഛൻ താലോലിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ആര് കെട്ടിപ്പുണർന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, അമ്മയുടെ ചൂടും കിട്ടേണ്ട പ്രായത്തിൽ കിട്ടേണ്ടത് തന്നെയാണ്. അത് നിഷേധിക്കാൻ നമുക്ക് ആർക്കും, സർവശക്തനല്ലാതെ മറ്റാർക്കും അധികാരമില്ലെന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ അമ്മ തന്നെ തീരുമാനിക്കണം ഞാൻ വേണോ വേണ്ടേ എന്നുള്ള കാര്യം. അപ്പം തൻ്റെ മക്കളോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ മക്കൾ, എങ്ങനെ കരയുന്ന വാവിട്ട് കരയുന്ന മക്കൾക്ക് ഞാൻ പാലൂട്ടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ട സമയത്ത് ആ പോസ്റ്റിൻ്റെ ഇടയിൽ ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള ഒന്നൊന്നുമല്ല, ഇഷ്ടംപോലെ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അവന്മാരെയൊക്കെ പറയാനുള്ള കാര്യം എന്തെന്ന് ചോദിച്ചാൽ അതിലൊരു വ്യക്തിയാണ് നമ്മുടെ ജോർജ് എന്ന് പറയുന്നത്. അവന് കൃത്യമായിട്ട് നമ്മുടെ കണ്ണൂർക്കാരായിട്ടുള്ള ഉഷാറ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട്. അവൻ മാപ്പ് പറയാനൊക്കെ തയ്യാറായിട്ടുണ്ട്. അവൻ ഇനി വെള്ള കളറിലുള്ള എന്തെങ്കിലും ഒരു ദ്രാവകം കണ്ടാൽ ഞാൻ ഇനി കുടിക്കേ ഇല്ല എന്നുള്ള രീതിക്ക് അവൻ പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ളവന്മാർക്ക് ഇങ്ങനത്തുള്ള ശിക്ഷകൾ തന്നെയാണ് കൊടുക്കേണ്ടുള്ളതെന്ന് പറയുന്നത്. ഈ നിയമത്തിൻ്റെ മുന്നിലേക്കൊന്നും വിട്ടുകൊടുക്കുക, നിയമത്തിൻ്റെ പുച്ഛിക്കല്ല കേട്ടോ. കാരണം ഇങ്ങനത്തുള്ള സാഹചര്യങ്ങളിൽ കുറേ സമയം പിടിക്കും ഇതിൻ്റെയൊക്കെ കാര്യം കൊണ്ട്. അപ്പം കൊടുക്കാനുള്ളത് അപ്പം കിട്ടണം. എന്നാലേ ഇതിനുള്ള ഇത്രയും തെമ്മാടിത്തരം കാണിക്കുന്നവർക്ക് അതൊക്കെയാണ് ചെയ്യേണ്ടുള്ളതെന്ന് പറയുന്നത്. കാരണം ഇവനും ആദ്യമേ ജനിച്ച് വീണപ്പോഴേ മീശയും ഇപ്പം ഇത്രയും നീളത്തിൽ കൊമ്പിലൊന്നും അല്ലല്ലോ വന്ന് വീട്ടിൽ എന്ന് പറയുന്നത്. ഏറ്റവും അമ്മ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് ഒരു അമ്മയുടെ ഈ പറയുന്ന പൊക്കിൾക്കുടി ബന്ധത്തിലൂടെ തന്നെ പുറത്തേക്ക് വന്ന ഒരുത്തനല്ലേ. അപ്പോൾ അമ്മയുടെ ആയിട്ടുള്ള അമ്മിഞ്ഞ പാലിൻ്റെ മാധുര്യവും ആ ഒരു സ്നേഹവും ആ ചൂടും എല്ലാം അറിഞ്ഞ് വളർന്ന ഒരുത്തനാണ്. അങ്ങനെ വളർന്ന ഒരുത്തന് ഇത്തരത്തിലുള്ളൊരു ചിന്ത, വൃത്തികേട്, എനിക്കും വേണം അത് എന്ന് പറയാൻ കഴിയണമെങ്കിൽ അവൻ അത്രയും ആ ഒരു ഫോട്ടോ കാണുന്ന സമയത്ത് അത്യാവശ്യം പ്രായമുള്ളൊരുത്തനാണ്. അവൻ എന്തായാലും കല്യാണം കഴിച്ച് മക്കളും കാണും. അപ്പം എത്ര വിശ്വാസത്തിലാണ് ഇവനൊരു പെൺകുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പെൺകുഞ്ഞിനെ പോലും ഏത് തരത്തിലാണ് കാണുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നതെന്ന് പറയുന്നത്. ഇനി കല്യാണം കഴിച്ചാണെങ്കിലും അല്ലല്ലോ. അപ്പം ഇങ്ങനെയുള്ള ഇയാൾ മാത്രമല്ല, ഇയാൾക്കാണ് കിട്ടിയെന്ന് പറയുന്നത്. ഇതല്ലാതെ കുറേവന്മാരുണ്ട് ഞരമ്പന്മാർ. ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിലായാലും എന്തിലായാലും എന്തെങ്കിലും ഒരു നല്ല കാര്യം വരുന്ന സമയത്തായ പോലും നികൃഷ്ടമായിട്ട് സംസാരിക്കുന്ന, അത്രയും വൾഗറായിട്ട് സംസാരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെ സംഭവിച്ചു പോയത് അവരുടെ തന്നെ ഇടിയെന്നുള്ള മെസ്സേജ് അല്ലെങ്കിൽ അവർ കമൻറ്റ് പോസ്റ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് കിട്ടി എന്നുള്ളതാണ്. ഇനി കുറേ മഹാന്മാരുണ്ട് വൃത്തികെട്ട കുറേ കമൻറ്റുകൾ ഇടാൻ വേണ്ടി, അല്ലെങ്കിൽ വൃത്തികെട്ട ഈ ഇത്രയുള്ള കാര്യങ്ങൾ കാണിക്കാനും പറയാനും വേണ്ടി മാത്രം ഫേക്ക് ഐഡീസ് ഉണ്ടാക്കി ഇട്ടിട്ട് ഇങ്ങനെ അതാകുമ്പോൾ ഞങ്ങളെ സൈബർ സെല്ല് പൊക്കില്ലല്ലോ, ഞങ്ങൾക്കൊന്നും വരില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് വൃത്തികേടും ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ, എല്ലാവരും കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് കുത്തിക്കുറിക്കുന്ന ഒരു കൂട്ടം നികൃഷ്ട ജീവികളെ നമുക്ക് കാണാൻ പറ്റും. അപ്പം അതിനുള്ളതൊക്കെ സത്യത്തിൽ ഒരു തിരിച്ചടി ആയിരിക്കണം ഇനി കൊടുക്കേണ്ടതെന്ന് പറയുന്നത്. കാരണം ഏത് ഫേക്ക് ഐ ഡി എന്ന് ഉണ്ടാക്കി കഴിഞ്ഞാലും അവന്മാരെയൊക്കെ ഈ പറയുന്ന കൃത്യസമയത്തിനുള്ളിൽ ആ ഐ ഡി പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് ഇതിനൊക്കെ ശിക്ഷ കൊടുക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അത്രയും നമുക്ക് അവജ്ഞ ഉണ്ടാക്കുന്ന, വെറുപ്പുണ്ടാക്കുന്ന, കാരണം സ്വന്തം അമ്മയെപ്പോലെ കാണുന്നുണ്ടെങ്കിൽ, സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ മുലപ്പാലിൻ്റെ മാധുര്യം എന്തെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് അവനുണ്ടാവും. അവനൊരു കുഞ്ഞുണ്ടെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന് നുകർന്നു കൊടുക്കേണ്ട മാധുര്യമാണ് അല്ലെങ്കിൽ അമൃതാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത അവരെയൊക്കെ ഈ പറയുന്ന ഇരുകാലി മൂരികൾ അതൊന്നും അല്ല പറയാനുള്ള സത്യത്തിൽ. മൃഗങ്ങൾ നമ്മളിവിടെ കണ്ടില്ലേ, ആനയുടെ കാര്യം വരെ കണ്ടു. അതിനൊക്കെ വരെ മനുഷ്യപ്പറ്റുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു പട്ടി വളർത്തുവാണെങ്കിൽ നമ്മളെ ആരെങ്കിലും ദ്രോഹിക്കാൻ വരുന്നുണ്ട്, അത് കടിക്കാൻ മുന്നിൽ നിൽക്കും. അപ്പം മൃഗങ്ങൾക്ക് വരെ കൃത്യമായിട്ട് ഈ പറയുന്ന ഇന്നത്തെ കാലത്തെന്നല്ല ഏത് കാലത്തായാലും അവർക്ക് വരെ വകതിരിവുണ്ട്. സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ട്. പക്ഷെ ചില മനുഷ്യരായി പിറന്ന മൃഗത്തിനേക്കാളും താഴേക്ക് പോകുന്ന
വൃത്തികെട്ട ദുഷിച്ച ചില ജന്മങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഒരേ പേരിലുള്ള ഈ ഒരു ദ്വന്ദ്വ മുഖങ്ങളെ കണ്ട സമയത്ത് എനിക്കൊന്ന് ആ ഒരു വിഷയം, കാരണം നമ്മളും ഈ പറയുന്ന സ്ത്രീ തന്നെയാണല്ലോ, ആ ഒരു ഭാവം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ, അപ്പം അല്ലെങ്കിൽ ആ ഒരു മാതൃത്വത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അമ്മിഞ്ഞപ്പാലിൻ്റെ മാധുര്യം എന്തെന്നും അതിൻ്റെ എന്താ പറയുന്നത് സ്നേഹം എന്താണെന്നും അതിൻ്റെ ചൂടും എന്തെന്നും കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്ന സമയത്ത് വെറുപ്പും മറപ്പും തോന്നി. ഇന്നലെ തന്നെ ഈ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് വിചാരിച്ചാണ്, പക്ഷേ എനിക്ക് ഈ പറയുന്ന കണക്ക് പനി അങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ സൗണ്ട് അടഞ്ഞിരിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എനിക്കിതിലപ്പുറം സംസാരിക്കണമെന്നുണ്ടായിരുന്നു. കാരണം അവനെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അല്ല ചെയ്യേണ്ടത്. കത്തി എടുത്തിട്ടിച്ച് വരഞ്ഞിട്ട് മുളക് പൊടി തേച്ച് വെച്ചിട്ട് സത്യത്തിൽ എണ്ണയിട്ട് വറുത്തെടുക്കണം, അങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്. കാരണം ഇങ്ങനെയുള്ളവൻ ജീവിക്കാൻ പാടില്ല. കാരണം എന്തിലും ഈ ഒരു എന്ത് പറയുന്നത് ഒരു സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ഒരു ലൈംഗികത മാത്രം കണ്ടെത്താൻ ശ്രമിക്കുന്നവന്മാരാണെന്നുണ്ടെങ്കിൽ ഇവനെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. സ്വന്തം അമ്മയ്ക്ക് പോലും വിശ്വസിക്കാൻ കൊള്ളില്ല. കാരണം കുളിമുറിയിൽ വേണമെങ്കിൽ ഇവന്മാർ ക്യാമറ വയ്ക്കും, അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തം മക്കളുടെ ഫോട്ടോസ് വരെ. നമ്മളിപ്പോൾ ഈ ഇടയ്ക്ക് കുറേ വാർത്തകളുണ്ടായിരുന്നു, അച്ഛൻ തന്നെ മകളുടെ നഗ്നത ചിത്രങ്ങൾ എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുള്ള ഒരു വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയും തരം താഴ്ന്ന മൃഗങ്ങളായിട്ടുള്ള മനുഷ്യരാണ്. ഇപ്പം അച്ഛൻ മക്കൾ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സഹോദരൻ സഹോദരി അങ്ങനത്തുള്ള ബന്ധങ്ങൾക്കൊന്നും ഒരു മൂല്യം ഒരു പവിത്രതയും ഇല്ലാത്തൊരു കാലത്തിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരുപക്ഷെ ഈ പറയുന്ന സാങ്കേതിക വിദ്യകളുടെ വളർച്ച കൊണ്ടാണോ, അതല്ലെങ്കിൽ ഈ പറയുന്ന സഹോദരങ്ങളുടെ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളുടെ ആ ഒരു ഇഴയെടുപ്പം കുറഞ്ഞത് കൊണ്ടാണോ തമ്മിൽ സംസാരിക്കാതിരിക്കുന്ന അവസ്ഥ, അതൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷെ എന്നാലും ഇങ്ങനെയുള്ള നമ്മുടെ വളർന്നു വരുന്ന പുതുതലമുറ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൈവിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് ലഹരിക്ക് അടിമകളാകുന്നതുകൊണ്ട് മാത്രമല്ല, കുഞ്ഞു കുട്ടികൾ വരെ അത് ഈ ഫോണിൻ്റെയൊക്കെ അഡിക്ഷൻ കൊണ്ട് തന്നെയാണ്. മറ്റു പലതും ഈ പറയുന്ന 10, 23, 25 വയസ്സിലും നമ്മുടെയൊക്കെ തലമുറയിൽപ്പെട്ട ആൾക്കാരെ അറിഞ്ഞിരുന്ന ചില വസ്തുതകളെ, അത് എന്തെന്ന് ഞാൻ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പറയുന്ന വിവാഹം എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ പോലും മനസ്സിലാക്കുന്നത് ആ സമയത്തായിരുന്നെങ്കിൽ ഇന്നത്തെ കുട്ടികൾ ഈ പറയുന്ന 2-3 വയസ്സിലേ പറഞ്ഞു തുടങ്ങും എനിക്ക് കല്യാണം വേണം. അവർക്ക് ഈ പറയുന്ന കണക്ക് 4-5 വയസ്സാകുമ്പോഴേ അവർക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാം. എങ്ങനെ കിട്ടുന്നു? ഫോണിലൂടെ കിട്ടുന്നു. മക്കൾക്കങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഫോൺ എന്ന് പറയുന്ന ഒരു സാധനം. പിന്നെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ സ്ഥലത്തിടുന്നു. ഇത് ഞാൻ പറയാനുള്ള കാരണം, ഇതിന് തന്നെ ആരെങ്കിലും കുറ്റം പറയാൻ വരുവാണെന്നുണ്ടെങ്കിൽ എന്നെ അത് കൃത്യമായിട്ട് തെളിവ് അടക്കമുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതായത് സ്വന്തം സഹോദരിയെ സഹോദരൻ ഫോണിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് കണ്ടിട്ട് അത് പരീക്ഷിച്ചത് കൂടെ കിടന്ന പാവം കുഞ്ഞ് സഹോദരിയിലാണ്. എന്നിട്ട് കഴുത്ത് ഞെരിച്ച് കൊന്നൊരവസ്ഥ. ഇനി 2-ലും 3-ലും പഠിക്കുന്ന കൊച്ചാമ്പിള്ളാർ, 1-ലോ മറ്റോ പഠിക്കുന്ന പെൺകുട്ടിയെ മുട്ടായി കൊടുത്ത് പ്രലോഭിച്ച്, ആലോചിക്കണം, 6-7 വയസ്സുള്ളവന്മാരാണ് ഫോണിലൂടെ അശ്ലീല വീഡിയോസ് കണ്ട് അതിന് അഡിക്റ്റഡ് ആയിട്ട് പറമ്പിൽ കൊണ്ടിട്ട് ആ കുഞ്ഞിനെ ക്രൂരമായിട്ട് കൊന്നു, എന്നിട്ട് കനാലിൽ തള്ളി. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞെട്ടിത്തരിക്കുന്ന വാർത്തകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ചെറുത് തൊട്ട് ഇപ്പം പ്രശ്നങ്ങളാണ്. അതിന് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിൽ വളർത്തുന്നതിൻ്റെ പ്രശ്നമാണോ, അതോ ഇതിനെയൊക്കെ ഈ പറയുന്ന ഐക്യ കൂടി എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം ജനിക്കുന്ന പിള്ളേർക്ക് ഐക്യ കൂടി എങ്ങോട്ട് പോവുകയാണെന്ന് അറിയത്തില്ല. അപ്പം എന്തായാലും ഇത്തരത്തിലുള്ള ആൾക്കാരെ കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ കൊടുക്കേണ്ട സമയത്ത് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ പഠിക്കത്തില്ല. നാണം കെടുത്തണം ഇവന്മാരെയൊക്കെ. പല ആൾക്കാരും പറഞ്ഞാണ് ഇവന്മാരെയൊക്കെ പോസ്റ്റർ വെച്ച് അടിച്ചിറക്കണം, ഇവനെ പരിസരത്ത് അടുപ്പിക്കരുതെന്ന്. അങ്ങനെ നന്നാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഇങ്ങനൊരു പ്രവൃത്തിയിൽ പെട്ട് കഴിഞ്ഞാൽ നാണം കെടും, മാനം കെടും, ഇനി ഒരിക്കലും നേരെ ജീവിക്കാൻ പറ്റില്ല എന്ന് തന്നെ തോന്നണം. അങ്ങനെയാണ് മറുപടി കൊടുക്കേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വാർത്ത കണ്ട സമയത്ത് പ്രതികരിക്കണമെന്ന് തോന്നി. കാരണം ഒരേ പേരുള്ള 2 വ്യക്തികളാണ്, ഒന്ന് നല്ലതും ഒന്ന് ചീത്തയും. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിലും അത് തന്നെയാണ്. ഒരു വശത്ത് നിൽക്കുന്നത് നല്ലത് മാത്രമാണെന്നുണ്ടെങ്കിൽ മറ്റൊരു വശത്ത് എന്തെങ്കിലും തെറ്റ് മാത്രം കണ്ടുപിടിക്കുന്ന, കുറ്റം മാത്രം പറയുന്ന മറ്റൊരു ആൾക്കാരെ കാണാം. അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു പുനരധിവാസ പാക്കേജ് ഉണ്ടാവട്ടെ, അവരൊക്കെ നല്ല രീതിക്ക് ജീവിക്കാൻ കഴിയട്ടെ, നഷ്ടപ്പെട്ടു പോയവർക്ക് ആത്മശാന്തി കിട്ടട്ടെ. കാരണം ഇന്ന് കർക്കിടകവാവാണ്, ബലിയിടുന്ന ദിവസമാണ്. അപ്പോൾ അവരുടെ ആത്മശാന്തി കിട്ടട്ടെ നല്ല പ്രാർത്ഥിക്കല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അവരെ വീണ്ടും ഈ പറയുന്ന കണക്ക് അവിടെ ഒരു ദുരന്തം കൂടി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ.